ജസ്റ്റ് 265 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. ഇതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെടാതെ റിട്ടേൺ ചെയ്യാൻ അങ്ങനെയൊന്നും വരില്ല. അത്രയും അധികം അടിപൊളിയായിട്ട് തോന്നി. അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ മോസ്റ്റ് വൈറൽ ഡ്രസ്സസ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. മീഷോന്ന് ഒരുപാട് പേര് ട്രൈ ചെയ്തത് കണ്ടിട്ടുണ്ട്. നമുക്കൊരു 10 out of 10 കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി, അതായത് നമ്മൾ എന്താണോ പിക്ചറിൽ കണ്ടത് ആ ഒരു സെയിം പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ്. സോ അതുകൊണ്ടാണല്ലോ അത് വൈറൽ ആയിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൽ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത്രയും വൈറൽ ആയിട്ടുള്ളത്. സോ ഇത് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് മീഷോ എന്നുള്ള ഈ ഒരു മോസ്റ്റ് വൈറൽ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ്. അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഞാനിന്ന് കാണിച്ചിരുന്നതിൽ ഒരു അടിപൊളി ഒരു ഡ്രസ്സ് ഉണ്ട്. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതും ഭയങ്കര വൈറലായിട്ടില്ല കേട്ടോ, ഈ അടുത്തൊന്ന് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ അതും ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ അതും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. എന്നാലും ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പറ്റത്തിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ കാണിച്ചു തരുന്ന ഡ്രസ്സുകൾ എല്ലാം തന്നെ അണ്ടർ 450 ആണ് കേട്ടോ. ഒന്നെങ്ങാനേ 400 സംതിങ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ അണ്ടർ 400 ആണ്. പിന്നെ ഒരൊറ്റൊന്ന് നമ്മൾ അതിൽ വരുന്നതിനോണ്ട് നമ്മൾ മൊത്തത്തിൽ ഒരു അണ്ടർ 450 പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം തന്നെ 300 സംതിങ്ങിലാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്, ഒരു ടോപ്പാണ്. ഇത് ഫുൾ ഒരു ചെക്സിൽ വന്നിട്ടുള്ളത്. ഇത് ഞാൻ പിക്ചറിൽ കണ്ടപ്പോഴും വേറെ ഒരുപാട് പേര് ഇട്ടതൊക്കെ കണ്ടപ്പോൾ ഞാനിത് ഒരു റെഡ്, ഭയങ്കര റെഡ് ആയിട്ടാണ് വിചാരിച്ചിട്ടുള്ളത്. ബട്ട് ഇത് വന്നിട്ട് ഒരു ഓറഞ്ചും റെഡും കൂടിയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഷെയ്ഡ് കേട്ടോ. 2 കളേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതിനെ പറ്റി പറഞ്ഞുതരാം. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും, ഫിറ്റിംഗ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് നെക്ക് വന്നിട്ട് കുറച്ചൊരു കയറിയിട്ടുള്ള ഒരു ഹൈ നെക്കായിട്ടാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹൈ നെക്കാണ്. ഇത് ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പഫ് കൈൻഡ് ഓഫ് ഒരു സ്ലീവിൽ നല്ല ഭംഗിയുണ്ട് സ്ലീവ് കാണാൻ വേണ്ടിയിട്ട്. എൻഡിലേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ട് എലാസ്റ്റിക് അല്ല, പ്ലീറ്റ്സ് വന്നിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്ത മാതിരി ഈ ഒരു രീതിയിലാണ്, പഫായിട്ട് ഈ ഒരു രീതിയിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ റൗണ്ട് അല്ല സോറി സ്ക്വയറിൽ ഒരു താഴോട്ട് ഈ ഒരു സെയിം ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ പിന്നെ ചെക്സ് ആണ്, കംപ്ലീറ്റ് പ്ലീറ്റ്സ്, ബാക്കിലും പ്ലീറ്റ്സ്. നല്ല ഭംഗിയുണ്ട്. ഇതിന് ഫിറ്റിംഗ് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഇത് സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ഇതിന്റെ മെറ്റീരിയലും ഭയങ്കര അടിപൊളിയാണ്. നല്ല മെറ്റീരിയൽ ആണ്, നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല മെറ്റീരിയൽ കേട്ടോ. ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ്. സോ അതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ നോർമൽ സൈസ് XL ആണ്. ഒന്ന് കൂട്ടിയെടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും അത് ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓരോന്നിൻ്റെയും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മാത്രമാണ് 400 സംതിങ് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ അണ്ടർ 400 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ ഒന്ന് ഏതാന്ന് എന്തായാലും പറയാം കേട്ടോ. ഓക്കെ, ഇത് വന്നിട്ട് 300 സംതിങ് ആണ്. സോ ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ കുറേ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറെയും ഒരുപാട് കളേഴ്സ് നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ സെൻഡ് ചെയ്ത് തന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രൈ ചെയ്തതുകൊണ്ട് അതിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല. ബട്ട് ഇപ്പോഴും ഒരുപാട് പേര് ഇത് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ഈ ഒരു ചെക്സിൽ വരുന്ന ഈ ഒരു ഡ്രസ്സ് ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇത് വന്നിട്ട് റൗണ്ട് നെക്കാണ്. സ്ലീവ് വന്നിട്ട് എൻഡിൽ ഇങ്ങനെ എലാസ്റ്റിക് വന്നിട്ടുള്ള ഒരു ബലൂൺ, ഒരു കൈൻഡ് ഓഫ് ഒരു ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ ഈ ഒരു ചെക്സ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്രോക്ക് മാതിരി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഫിറ്റിംഗ് മനസ്സിലാവും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് XL ആണ്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു തിക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു മെറ്റീരിയൽ ആണ്, ഒരു തിക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത്. ജൂട്ടല്ല, നല്ലൊരു തടിയുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ
അടുത്ത ഡ്രസ്സ് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഡ്രസ്സ് ആയിരുന്നു ഇത്. കാരണം ഇപ്പോഴും ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നു. ഇതിന് മുന്നേയും ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ജസ്റ്റ് 265 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്താണ്. എനിക്ക് തോന്നുന്നു ഇത്രയും പ്രൈസ് കുറവ് വരാനുള്ള ഒരു റീസൺ ഇത് വിത്തൗട്ട് ലൈനിങ് ആയതുകൊണ്ടാവാം. ബട്ട് ഇതൊരു സീ ത്രൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫുൾ പ്രിന്റഡ് ആണ്. വലിയൊരു സീ ത്രൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്താണ്. 265 റുപ്പീസിന് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ ഒരു പ്രിന്റ് ആണെങ്കിലും എല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ ആ ഒരു സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റി പറയുവാണെങ്കിൽ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്കാണ് വന്നിട്ടുള്ളത്. ഒരു വി നെക്ക് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആണല്ലോ അല്ലെ. യെസ്. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു പഫ് കൈൻഡ് ഓഫ് ഒരു സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഇവിടെ പ്ലീറ്റ്സ് ഇങ്ങനെ കോണായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലീറ്റ്സ്, ബാക്കിലും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ആ ഒരു ഫുൾ ഒരു ഫ്ലോറൽ പ്രിന്റിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. ഇതിന്റെ ഒരു കളേഴ്സ് ആണോ, ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടാണോ, ആ ഒരു പ്രിന്റിന്റെ ഭംഗിയാണോ എന്താണെന്നറിയില്ല. അടിപൊളി ഈ ഒരു ഡ്രസ്സ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇതാണ് നമ്മൾ അടുത്തത് കാണിച്ചിരുന്നത്. വെറും 265 റുപ്പീസിനാണ് ഈ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറയാം. സൈസ് വന്നിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് എക്സൽ ആണ്. എക്സൽ എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഇത് വന്നിട്ട് ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. ജസ്റ്റ് ഒരു ക്രിക്കിൾഡ് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. ബട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ. ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര അങ്ങോട്ട് പോരാ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ആ പ്രൈസിന് മാത്രമേ ഉള്ളൂ അങ്ങനല്ല. ഇത് കുറച്ചുകൂടി ഒരു ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാണാനൊക്കെ കേട്ടോ. ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് മാത്രം ഒരു 400 സംതിങ്ങിന് വരുന്നുണ്ടെന്ന്. ആ ഒരു ഡ്രസ്സാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഈ ഒരു ഡ്രസ്സ് ഇതിന് മുന്നേ നമ്മൾ ഇതേപോലെയുള്ള വേറൊരു കളറിൽ വരുന്നത്, ഒരു ഡിം ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് നമ്മൾ ഇങ്ങനെയുള്ളൊരു ഈ ഒരു ഡ്രസ്സ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഗ്രേ ഷെയ്ഡാണ് നമ്മൾ ഈ പ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത്. പിങ്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതാ പീകോക്ക് ബ്ലൂ ഉണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാണിച്ചു വന്നിട്ടുള്ള ഒരു ഡിം ഓറഞ്ച് ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ ഇപ്രാവശ്യം ഗ്രേ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിങ്ക് ഞാൻ ഒരുപാട് പേര് ട്രൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ഗ്രേ നമുക്ക് ഒരുപാട് ഷോൾ, ഏത് ഷെയ്ഡിലുള്ള ഷോൾ വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഡിം ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ഷോളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു കളർ കോമ്പിനേഷൻ. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. സൈഡിലെ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് വന്നിട്ട് അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ബലൂൺ കൈൻഡ് ഓഫ് ഒരു സ്ലീവ്, എൻഡിൽ ഇങ്ങനെ എലാസ്റ്റിക് ഒക്കെ വന്നിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു സ്ലീവിലാണ് വന്നിട്ടുള്ളത്. ഒരു 3/4 ആണ് ലെങ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത്യാവശ്യം ഇങ്ങനെ കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് നല്ല ഭംഗിയിലൊരു ഫ്രോക്ക് മാതിരി നല്ലൊരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ, അമേസിങ് ക്വാളിറ്റി ആണ്. ഭയങ്കര വർത്തായിട്ട് തോന്നി ഈ ഒരു ഡ്രസ്സ്. 450 താഴെയാണ്. എന്നാലും 426 അങ്ങനെ 430 സംതിങ്ങോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്തായാലും റിട്ടേൺ ചെയ്യേണ്ട, സൈസ് കാരണം അല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെടാതെ റിട്ടേൺ ചെയ്യാം അങ്ങനെയൊന്നും വരില്ല. അത്രയും അധികം അടിപൊളിയായിട്ട് തോന്നി. സോ ഇതാണ് നമ്മൾ അടുത്തത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് കളറിലുള്ള ഹിജാബ് നിങ്ങൾക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. സോ അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. സോ പ്രിന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതും അടിപൊളിയാണ്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സസ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറഞ്ഞതാം. ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആണ്. നല്ല സുഖം ഉണ്ടാവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സോഫ്റ്റ് ക്രേപ്പ് പോളിസ്റ്റർ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഭയങ്കര അടിപൊളി, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം.
ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഒരു തവണ, 2 തവണ, 3-ാമത്തെ തവണ ട്രൈ ചെയ്യുന്ന ഈ ഒരു ഡ്രസ്സാണ്. സോ നിങ്ങൾക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ. ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റെഡ് ആൻഡ് വൈറ്റ്, ഇപ്പൊ ദാ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് അടിപൊളിയാണ്. ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല, കാരണം അത്രയധികം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആഫ്റ്റർ വാഷ് റിവ്യൂ ആണെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. എത്ര വാഷ് ചെയ്താലും ഇങ്ങനത്തെ ഉണ്ടാവും. ഭയങ്കര ക്വാളിറ്റിയിൽ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. സോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പറയാം. നെക്ക് വന്നിട്ട് ഇങ്ങനെ സെൻറ്ററിലൊരു റോപ്പാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിന്നോളും, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാം. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് നല്ലൊരു സ്ലീവാണ്, ഫുൾ പ്ലീറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ലൂസ് കൈൻഡ് ഓഫ് ഒരു സ്ലീവാണ്, 3/4 സ്ലീവാണ്. പിന്നെ ഫുൾ കംപ്ലീറ്റ് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്, ബാക്കിലും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ഇത്. വന്നിട്ട് മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്, ഇടാനും കംഫർട്ടബിൾ ആണ്, നല്ല സ്റ്റാൻഡേർഡ് ആണ്. ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആ ഒരു കളർ കോമ്പിനേഷനും നല്ലതുണ്ട്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് എല്ലാം തന്നെ എനിക്ക് 10 out of 10 കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ്. അതിനോട് വേറെ ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. റമദാനും ഈദൊക്കെ എങ്ങനെ വരികയാണ്. സോ അതിലുള്ള ഇതിലേക്കുള്ള ഏതെങ്കിലും ഡ്രസ്സിന്റെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ്സിൽ വന്നിട്ട് പറയാം. നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ഈദ് സെറ്റ്സ് നമുക്ക് കാണിക്കാം. അതേപോലെ വെസ്റ്റേൺ കൈൻഡ് ഓഫ് ടോപ്സ് അത് ഇഷ്ടമുള്ളവരും ഉണ്ടാവും, അത് കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാം. സോ ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ, നമ്മൾ ഇനിയുള്ള ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ ഇത്രയുള്ള വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.